അവരുടെ സെൻസില്ലായ്മ തിരിച്ചറിയാനുള്ള സെൻസ് നമുക്കുണ്ട്. അവര് താത്തേന്നല്ലേ വിളിക്കാറുണ്ട്. അങ്ങനെ ഒരു താത്തയും കൂടി സംഘിണി ആയതിന്റെ സംഘത്തിലാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലുള്ള ചിലർ. ആരാ ചേച്ചി ചിലർ? ചിലർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുഡാപ്പികളാണ്. സുഡാപ്പികളായിട്ട് ആരും ലക്ഷദ്വീപിലില്ല, ഇസ്ലാമിസ്റ്റുകളും ഇല്ല. ഇവിടെ മുസ്ലിമീങ്ങളാണുള്ളത്. അവള് ഹിന്ദു അല്ലേ ആയിട്ടുള്ളൂ, ഒരു ഹിന്ദുവിനെയല്ലേ അവൾ കല്യാണം കഴിച്ചിട്ടുള്ളൂ. അവള് പണ്ടേ തന്നെ ഒരു ശിവന്റെ ആരാധികയാണ്. അവളുടെ പ്രൊഫൈൽ തന്നെ കാണുന്നത് മാറ്റാതെ കിടക്കുന്ന പ്രൊഫൈലാണ്. മാത്രമല്ല, അവൾ ചെറുപ്പം മുതൽക്ക് അമ്പലവുമായി അവൾക്ക് നല്ല ബന്ധമുണ്ട്. അവിടെ നിന്നാണ് പലതും പഠിച്ചെടുത്തത്. അതിന് ഞങ്ങൾക്ക് എന്ത് സങ്കടം? അത് ഓള് തന്നെ പറയട്ടെ എന്ന്. അപ്പം അവിടുത്തെ പൂജാരിയായിട്ടായിരുന്നു എന്റെ ആദ്യത്തെ. പോകാറുണ്ട്, സ്ഥിരമായിട്ട് പോകാറുണ്ട്. അപ്പം പ്രസാദമൊക്കെ എനിക്ക് കൊണ്ടുവന്നരും. ഞാൻ പോവാൻ ലേറ്റാക്കി ഞാൻ അന്വേഷിച്ചു വരും. അതെ അതെ, ഞങ്ങളൊക്കെ ഭയങ്കര കൂട്ടായിരുന്നു. അപ്പം എനിക്ക് ഡാൻസ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം എനിക്ക് അവിടുത്തെ പാട്ടൊക്കെ വെച്ച് വരുമ്പോൾ ഞാൻ അവിടുത്തെ നൃത്തം ചെയ്യിക്കാനോ അല്ലെങ്കിൽ നൃത്തം പഠിപ്പിക്കാനോ നമുക്ക് അവിടെ ടീച്ചേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഞാൻ ഇത് കണ്ട് ഇവിടുത്തെ ആ ഒരു അമ്പലത്തിൽ പോയി തുടങ്ങുമ്പോൾ കിട്ടുന്ന ഒരു വൈബില്ലേ, അതിൽ നിന്നാണ് ഞാൻ ഒത്തിരി ചുവടുകൾ വെക്കാൻ തുടങ്ങിയത്. അതൊക്കെ എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ചെറുപ്പം മുതലേ ആ എനർജിയിൽ വളർന്നു വന്ന ഞങ്ങളെ താത്ത, ആ താത്ത ഒരിക്കലും സംഗിണിയാവില്ല. ഒരു ഹൈന്ദവ വിശ്വാസപ്രകാരം മുന്നോട്ട് പോകും. നേരത്തെ പോയതുപോലെ തന്നെ ഞങ്ങളെ താത്ത ഏത് ട്വിസ്റ്റിലാണോ വളർന്നത് ആ ട്വിസ്റ്റിലൂടെ തന്നെ മുന്നോട്ട് പോകും ചേച്ചി. മലയാളത്തിലേക്ക് ടെസ്റ്റ് ചെയ്തതിനകത്ത് പൂജാരിക്ക് റോളില്ലേ? ഭയങ്കര അത് ഏത് തരത്തിലാ? അത് ഏത് തരത്തിലാണ് നമുക്ക് മലയാളത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്? അല്ല, മലയാളം കഥകൾ പറഞ്ഞുതരും. ഒരുപാട് കഥകൾ, ഇവിടുത്തെ കഥകളൊക്കെ കേൾക്കാൻ എനിക്ക് കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇനി നമ്മളെ ചേച്ചിക്ക് ഒന്നും കൂടെ പറയാനുണ്ട്, അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം. യുവ സംവിധായകയും ലക്ഷദ്വീപ് സ്വദേശിനുമായ ഐഷ സുൽത്താനയുടെ വിവാഹ വാർത്തയിൽ മനം നൊന്തത് സ്വന്തം സമുദായക്കാർക്ക് തന്നെ. സമുദായത്തിന് മനം നൊന്തെന്നോ? ഇങ്ങനെ എത്ര മതം വിട്ട പെണ്ണുങ്ങൾ ആ കൂട്ടത്തിൽ കൂട്ടിയാൽ മതി ചേച്ചി. എന്നാലും ചെറിയ സങ്കടം ഉണ്ട് കേട്ടോ. കാരണം ഞങ്ങളെ സമുദായത്തിനും ലക്ഷദ്വീപിനും വേണ്ടി എന്തോരം കഷ്ടപ്പെട്ട താത്ത എന്നറിയോ. ആ താത്ത ഞങ്ങളെ വിട്ട് പോകുമ്പോൾ ഞങ്ങൾക്കൊരു സങ്കടം ഉണ്ടാവില്ല, പക്ഷെ അവസാനം വെച്ചൊരു താങ്ങല്. അപ്പോൾ നമ്മളത് മനസ്സിലിട്ടിട്ട് ഇങ്ങനെ വളർന്ന് നമ്മളൊരു ഘട്ടം എത്തിയപ്പോൾ ഞാൻ ചൂസ് ചെയ്തു. ഞങ്ങളെ താത്ത ഞങ്ങളെ ചൂസ് ചെയ്താലും ഇല്ലെങ്കിലും അവസാനം വെച്ച് ചേച്ചി പറഞ്ഞത് അത് സമ്മതിച്ചു കൊടുക്കാതെ നിർവാഹമില്ല. അതൊരു വളരെ സത്യമായൊരു കാര്യം. ആ സത്യം നമുക്കൊന്ന് കേൾക്കാം. നിക്കാഹിലൂടെ അല്ലാത്ത എല്ലാ ബന്ധവും ഇസ്ലാമിന്റെ റൂൾസ് അനുസരിച്ച് ഹറാം. രജിസ്റ്റർ മാരേജ് ഇസ്ലാമിൽ അനുവദനീയമല്ല എന്നും